ഹായ്, ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ എന്താണ് ഈ ക്ലോസ് പാക്കിംഗ്? നമ്മൾ ബോക്സിൽ ഒരു ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ക്ലോസ് ആയി ഫില്ല് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കൂടുതൽ ഐറ്റംസ് അതിൽ ഫില്ല് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ തോന്നിയ പോലെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഐറ്റംസിന്റെ ഇടയിൽ എന്താണ്, ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതൽ ഐറ്റംസ് അതിൽ ഫില്ല് ചെയ്യാൻ കഴിയില്ല, ആ ബോക്സിൽ ഫില്ല് ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ ക്ലോസ് പാക്കിംഗ് പറയുന്നത്. ഈ ക്ലോസ് പാക്കിംഗ് പറഞ്ഞാൽ എന്താണ്, ഒരു വേ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. എന്തിന്റെ? ഒബ്ജക്റ്റ് അല്ലെ പാർട്ടിക്കിൾസിന്റെ വേ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. എങ്ങനെ? നമ്മൾ അവൈലബിൾ ആയ സ്പേസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. നോക്കാം. ക്ലോസ് പാക്കിംഗ് ഈസ് ദ വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഇക്വിഡൈമെൻഷണൽ ഒബ്ജക്റ്റ് ഇൻ സ്പേസ് സോ ദാറ്റ് അവൈലബിൾ സ്പേസ് ഈസ് ഫിൽഡ് എഫക്റ്റീവ്ലി. അതായത് അവൈലബിൾ സ്പേസിന് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് എന്താക്കുക, ഫില്ല് ചെയ്യുക. അതാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്ലോസ് പാക്കിംഗ് ഓഫ് സ്ഫിയേഴ്സ് ആണ്. കാരണം എന്താ, നമ്മൾ ക്രിസ്റ്റലിന്റെ പാർട്ടിക്കിൾസ് ആയിട്ട് സ്ഫിയേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ലോസ് പാക്കിംഗ് ഇൻ സ്ഫിയേഴ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 3 ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഏതൊക്കെയാ? 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. അതിന് നമ്മൾ 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ കൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നമുക്ക് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് നോക്കാം. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാല് സ്ഫിയേഴ്സിനെ നമ്മൾ എന്താക്കുക, ലൈന് മാതിരി അറേഞ്ച് ചെയ്യാം. അതിനാണ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞത്. ഇതിൽ ഓരോ സ്ഫിയേഴ്സും 2 സ്ഫിയേഴ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുന്നത് ഈ സ്ഫിയർ ഒരു സ്ഫിയറുമായിട്ടല്ലേ കോണ്ടാക്ട് ഉള്ളത്? അങ്ങനെയല്ല. ഒരു ക്രിസ്റ്റലിന് കോടാനുകോടി എന്തുണ്ടാവും, പാർട്ടിക്കിൾസ് അഥവാ സ്ഫിയേഴ്സ് ഉണ്ടാവും. അപ്പോ ഇതിന്റെ പുറത്തും ഒക്കെ എന്തുണ്ടാവും, സ്ഫിയേഴ്സ് ഉണ്ടാവും. അപ്പോ ഓരോ സ്ഫിയറും 2 സ്ഫിയറുമായിട്ട് എന്ത് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അടുത്തതാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷണൽ. അത് 2 ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഏതൊക്കെയാ? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡിന്റെയും തേർഡിന്റെയും പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ്, ഫസ്റ്റ് ലെയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് വെർട്ടിക്കലി കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ഇതിന്റെ നേരെ മുകളിലല്ലേ, ഫസ്റ്റ് ലൈനിലുള്ള പാർട്ടിക്കിൾസിന്റെ നേരെ മുകളിലല്ലേ സെക്കൻഡ് ലൈൻ, അതിന്റെ നേരെ മുകളിലല്ലേ തേർഡ് ഉള്ളത്. അതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് പാർട്ടിക്കിൾസ് ഓഫ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അറേഞ്ച് വെർട്ടിക്കലി വിത്ത് ദ പാർട്ടിക്കിൾസ് ഓഫ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിന് വെർട്ടിക്കലി ആയിട്ടാണ് സെക്കൻഡിലുള്ള പാർട്ടിക്കിൾസ്, സെക്കൻഡ് റോയിലുള്ള പാർട്ടിക്കിൾസും തേർഡ് റോയിലുള്ള പാർട്ടിക്കിൾസും ഫോർത്ത് റോയിലും ഒക്കെ ഉള്ള പാർട്ടിക്കിൾസ് വരുന്നത്. ഇത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, ഇതിലുള്ള ഒരു പാർട്ടിക്കിൾസ് ഇതിന്റെ കോണ്ടാക്ട് ഏരിയ എത്ര വരുന്നുണ്ട്, ഇത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഈ സ്ഫിയറുമായിട്ട് ഇത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇത് ജോയിൻ ചെയ്യുന്നത് കിട്ടും, ഒരു സ്ക്വയർ കിട്ടും. അതുകൊണ്ടാണ് ഇതിന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാൻ കാരണം. ഇനി അടുത്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാല് ഈ സെക്കൻഡ് റോയിലുള്ള പാർട്ടിക്കിൾസ് ഇല്ലേ, അതായത് ബി, സെക്കൻഡ് റോ ആണ് ബി. ഈ സെക്കൻഡ് റോയിലുള്ള പാർട്ടിക്കിൾസ് ഫസ്റ്റ് റോയിന്റെ ഡിപ്രഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റോ ആണ് ഇതിന്റെ ഡിപ്രഷനിലാണ് സെക്കൻഡ് റോയിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ തേർഡ് റോയിലെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും, ഫസ്റ്റ് റോയിന്റെ നേരെ അല്ലേ, വെർട്ടിക്കൽ ആയിരിക്കില്ലേ തേർഡ് റോയിലെ പാർട്ടിക്കിൾസ്. അതുകൊണ്ടാണ് എ വരുന്നത് അല്ലെ. ഈ സെക്കൻഡ് റോ ഫസ്റ്റ് റോയിന്റെ ഡിപ്രഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തേർഡ് റോ എന്തായിരിക്കും, വെർട്ടിക്കലി വിത്ത് ഫസ്റ്റ് റോ ആയിരിക്കും. അതുകൊണ്ടാണ് എ ബി എ എന്ന് വരുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാന്ന് വെച്ചാൽ ഇതിൽ ഓരോ സ്ഫിയറും 6 സ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. 1 2 3 4 5 6. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കിട്ടും ഹെക്സഗണൽ ഷേപ്പിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് എന്താ, കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് പഠിക്കാം. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് നൈബർ വിത്ത് വിച്ച് എ സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട്. ഒരു സ്ഫിയർ കോണ്ടാക്ട് ചെയ്യുന്ന നിയറസ്റ്റ് നൈബറിനെയാണ് എന്ത് പറയാ, കോർഡിനേഷൻ നമ്പർ എന്ന് പറയും. അതായത് ഇവിടെ ഒരു സ്ഫിയർ കോണ്ടാക്ട് ചെയ്യുന്ന നിയറസ്റ്റ് നൈബർ ഏതൊക്കെയാ, 1 2. അപ്പൊ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്ര ഉള്ളൂ, 2. കോർഡിനേഷൻ നമ്പർ ഈസ് 2. ഈ കേസിൽ ഒരു സ്ഫിയർ കോണ്ടാക്ട് ചെയ്യുന്ന നിയറസ്റ്റ് നൈബർ എത്ര നൈബർ കോണ്ടാക്ട് ഉണ്ട്, 1 2 3 4 അല്ലെ. അപ്പൊ കോർഡിനേഷൻ നമ്പർ ഈസ് 4. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കോണ്ടാക്ട് ചെയ്യാൻ, ഇത് നിയറസ്റ്റ് നൈബർ അല്ല. ഓക്കെ, ഇതിനുമായിട്ട് നിയറസ്റ്റ് ആയി വരുന്നത് 1 2 3 4 ആണ്. അപ്പൊ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. അപ്പൊ ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് കോർഡിനേഷൻ നമ്പർ, 1 2 3 4 5 6. അപ്പൊ കോർഡിനേഷൻ നമ്പർ ഇവിടെ 6 ആയിരിക്കും.
ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷണൽ. രണ്ട് ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഏതൊക്കെയാ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ 2 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് 2 ലെയർ ഉണ്ട്. ഏതൊക്കെയാ? എ ലെയറും ഉണ്ട്, ബി ലെയറും ഉണ്ട്. ഈ തേർഡ് ലെയർ എന്തായിരിക്കും? ഫസ്റ്റ് ലെയറിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും അല്ലെ? ഇവിടെ നോക്കാം, എ ലെയറും ഉണ്ട്, ബി ലെയറും ഉണ്ട്. തേർഡ് ലെയർ എന്താ? ഫസ്റ്റ് ലെയറിന്റെ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ ഈ തേർഡ് ലെയറിന്റെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഫസ്റ്റ് ലെയറുമായിട്ട് വെർട്ടിക്കലി അലൈൻമെന്റ് ഉണ്ടായിരിക്കും അല്ലെ? നോക്കാം, പാർട്ടിക്കിൾസ് ഓഫ് എവറി തേർഡ് ലെയർ ആർ വെർട്ടിക്കലി അലൈൻമെന്റ് വിത്ത് ദോസ് ഓഫ് ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിന്റെ പാർട്ടിക്കിൾസുമായിട്ട് തേർഡ് ലെയറിന്റെ പാർട്ടിക്കിൾ വെർട്ടിക്കലി അലൈൻമെന്റ് ആയിരിക്കും. കാരണം അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു സീക്വൻസ് ഫോം ചെയ്യും. ഏത് സീക്വൻസാ? എ ബി സീക്വൻസ്. എ കഴിഞ്ഞാൽ ബി, ബി കഴിഞ്ഞാൽ എ കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ബി വരും. അങ്ങനത്തെ ഒരു സീക്വൻസ് ഫോം ചെയ്യും. ഈ ടൈപ്പ് പാക്കിങ്ങിനാണ് എന്ത് പറയാ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് മെഗ്നീഷ്യം, സിങ്കും. ഇനി ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് അടുത്ത് നോക്കുന്നത്. ഈ കോർഡിനേഷൻ നമ്പർ എന്താ? ഒരു സ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നിയറസ്റ്റ് നൈബേഴ്സിനാണ് എന്ത് പറയാ? കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. ഈ കേസിൽ നോക്കാം, ഇവിടെ ഈ സ്ഫിയർ കൺസിഡർ ചെയ്യാം. ഈ സ്ഫിയറുമായി വരുന്ന കോണ്ടാക്ട് ചെയ്യുന്ന നിയറസ്റ്റ് നൈബർ എത്ര ഉണ്ട് നോക്കാം. അതാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ഫിയറുമായി കോണ്ടാക്ട് ചെയ്യുന്ന എത്ര ഉണ്ട്? 1 2 3 4 5 6 6 സ്ഫിയറുമായിട്ട് ഈ സ്ഫിയർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ ലെയർ. പിന്നെ ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഈ 3 എണ്ണവുമായിട്ട് ഈ സ്ഫിയർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഈ താഴത്തെ 3 എണ്ണവുമായിട്ട് ഈ സ്ഫിയർ എന്താണ്? കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഫിഗറുകൾ നോക്കണ്ട, ഇത് ഡിസ്റ്റന്റ് ആയി വരച്ചിരുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഇത് അടുപ്പിച്ചാണ് ഈ 3 ലെയറും കിടക്കുന്നത്. അപ്പൊ ഈ സ്ഫിയർ ഈ 6 എണ്ണവും ഈ 3 എണ്ണവും ഈ 3 എണ്ണവുമായിട്ട് എന്ത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? ഇത് 6, ഇത് 3 9, ഇത് 3 12. അപ്പൊ 12 ആയിരിക്കും ഇതിന്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാ? 12. ഇനി അടുത്താണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് പറഞ്ഞാൽ അതിൽ 3 ലെയർ ആയിരിക്കും. എ ലെയർ, ബി ലെയർ, സി ലെയർ. ഫോർത്ത് ലെയർ ഏതായിരിക്കും? സെയിം ആയിരിക്കും. റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലെയർ ആയിരിക്കും ഫോർത്ത് ലെയർ ആയി വരുന്നത്. അപ്പൊ ഈ ഫോർത്ത് ലെയറിന്റെ പാർട്ടിക്കിൾസ് എന്താണ്? വെർട്ടിക്കലി അലൈൻ വിത്ത് ദോസ് ഓഫ് ഫസ്റ്റ് ലെയർ ആയിരിക്കും. ഫസ്റ്റ് ലെയറിന്റെ പാർട്ടിക്കിളിൽ എന്തായിരിക്കും? വെർട്ടിക്കലി അലൈൻമെന്റ് ഉണ്ടാവും എന്ത്? ഫോർത്ത് ലെയറിന്റെ പാർട്ടിക്കിൾസ്. കാരണം എന്താ? ഫസ്റ്റ് ലെയറും ഫോർത്ത് ലെയറും ഈക്വൽ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്ത് സീക്വൻസ് അവിടെ ഫോം ചെയ്യാം? എ ബി സി എന്ന സീക്വൻസ് അല്ലേ ഫോം ചെയ്യാം. അപ്പൊ ഈ ടൈപ്പ് ക്ലോസ് പാക്കിങ്ങിനാണ് എന്ത് പറയാ? ക്യൂബിക് ക്ലോസ് പാക്കിംഗ് പറയും. നോക്കാം, പാർട്ടിക്കിൾസ് ഓഫ് എവറി ഫോർത്ത് ലെയർ ആർ വെർട്ടിക്കലി അലൈൻമെന്റ് വിത്ത് ദോസ് ഓഫ് ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിന്റെ പാർട്ടിക്കിൾ വെർട്ടിക്കലി അലൈൻമെന്റ് ആയിട്ടുണ്ട് ഫോർത്ത് ലെയറിന്റെ പാർട്ടിക്കിൾസ് ഇല്ല. ഫോർത്ത് ലെയർ ഇസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലെയർ. ഫോർത്ത് ലെയർ എന്തായിരിക്കും? ഫസ്റ്റ് ലെയറിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും ഉണ്ടാവും. അടുത്ത പോയിന്റ് ആണ് ദിസ് വിൽ ഗിവ് റൈസ് ടു ABC സീക്വൻസ്. ABC സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ ഫോം ചെയ്യാം. ഈ ടൈപ്പ് പാക്കിങ്ങിനാണ് എന്ത് പറയാ? ക്യൂബിക് ക്ലോസ് പാക്കിംഗ് പറയാം. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് കോപ്പർ, നിക്കൽ ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഇതിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കാം. അപ്പോ ഇവിടെയും സെയിം ആയിട്ടുണ്ട്. ഈ സ്ഫിയർ എന്താണ്? 6 സ്ഫിയറുമായിട്ട് എന്താണ് കോണ്ടാക്ട് ഉണ്ടാവും. ഇവിടുത്തെ 3 സ്ഫിയറും താഴത്തെ 3 സ്ഫിയറുമായിട്ട് ഉണ്ടാവും കോണ്ടാക്ട് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര? കോർഡിനേഷൻ നമ്പർ 12 ആയിട്ട് ഉണ്ടാവുക. ഇത് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. 2022-24 ചോദിച്ച ടോപ്പിക് ആണ്. ഇനി അടുത്താണ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഒരു വോയിഡ് കാരണം എന്താണ്? സ്ഫിയേഴ്സ് നമ്മൾ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഉണ്ടാവുന്ന ഗ്യാപ്പിനാണ് എന്ത് പറയുക? വോയിഡ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിനാണ് എന്ത് വോയിഡ് പറയുന്നത്? ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പിനാണ് എന്ത് പറയാ? വോയിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ് എന്താണെന്ന് നോക്കാം. അതായത് 4 സ്ഫിയർ നമ്മൾ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാം. 4 സ്ഫിയർ ക്ലോസ് ആയി പാക്ക് ചെയ്യാം. ഇത് 3 സ്ഫിയർ ആയിട്ടുള്ളൂ. 4 സ്ഫിയർ ക്ലോസ് ആയി പാക്ക് ചെയ്യാം. അപ്പൊ ഈ ഇടയിൽ ഉണ്ടാവുന്ന ഗ്യാപ്പ് ഇല്ലേ, അതിനാണ് എന്താ പറയാ? ടെട്രാഹെഡ്രൽ വോയിഡ് പറയാം. The void formed by close packing of 4 spheres. 4 spheres in the close packing സമയത്ത് ഉണ്ടാവുന്ന വോയിഡിനാണ് എന്താ പറയാ? ടെട്രാഹെഡ്രൽ വോയിഡ് പറയാം. ഇനി അടുത്താണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. The vacant space between 6 spheres having octahedral arrangement in close pack structure. അതായത് 6 സ്ഫിയേഴ്സിന്റെ ഇടയിലുള്ള വാക്കന്റ് സ്പേസിനാണ് എന്താ പറയാ? ഒക്ടാഹെഡ്രൽ വോയിഡ് പറയാം. അപ്പൊ ഇവിടെ 3 സ്ഫിയേഴ്സ് അല്ലേ ഉള്ളൂ. ഇനി 3 സ്ഫിയേഴ്സും കൂടി വരയ്ക്കുക. മുകളിൽ 2 സ്ഫിയേഴ്സ് വരയ്ക്കുക. താഴെ ഒരു സ്ഫിയർ വരയ്ക്കുക. അപ്പോ ഇവര് ഇടയിലുള്ള ഗ്യാപ്പിനാണ് എന്താ പറയാ?
ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പൊ ഈ ഗ്യാപ്പിനാണ് എന്ത് പറയാ, ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയാം. ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനാണ് എന്ത് പറയാ,